റസൂൽ പറഞ്ഞില്ലേ, ലാ യസാലു നാസു ഫീ ഖൈർ മാ തഫാദലൂന. പരസ്പരം അങ്ങും ഇങ്ങും ബഹുമാനിച്ചു കൊണ്ടിട്ട്, പരസ്പരം ഓരോരുത്തർക്കുള്ളതായ നിലവാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ജീവിക്കണ കാലത്തോളം ഇവിടെ എല്ലാ നിലക്കുള്ള ഗുണം മുഴുവൻ ഉണ്ടാവും. നേരെ മറിച്ചോ ഫൈദാ തസാവവും എല്ലാവരും സമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യഹ്ലികൂൻ, അത് അവരുടെ നാശത്തിന്റെ തുടക്കമായിരിക്കും. ഇപ്പൊ നമുക്കൊക്കെ തകരാറാണ്. ബാപ്പയും മകനും തമ്മിൽ വ്യത്യാസമില്ല. മകൻ ബാപ്പാനോട് പറയണം, നിങ്ങൾ മുമ്പ് ജനിച്ചോണ്ടല്ലേ, ഞങ്ങളെ മുമ്പ് ജനിച്ചാണെങ്കിൽ നിങ്ങളെ ഞാൻ ഉണ്ടാക്കുമെന്നാ പറയുന്നത്. പിന്നെന്താ, രണ്ടാളും കണക്കാണ്. മുമ്പ് ജനിച്ചു എന്നുള്ളൊരു കുഴപ്പമുള്ള ബാപ്പാക്ക്. നേരെ മറിച്ച് ഞാൻ ആദ്യം ജയിച്ചിരിക്കണം നോക്കുക, എന്നാൽ ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന. ഉസ്താദിനോടും അങ്ങനെ തന്നെ, നിങ്ങൾ ആദ്യം പഠിച്ചു വലുതായി, നിങ്ങൾ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. നേരെ മറിച്ച് ഞാനാണ് ആദ്യം പഠിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ കിതാബ് പോയി തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധ്യാപനം നടത്തുന്നൊക്കെ പറയണത്. ഇങ്ങനെ ബഹുമാനം എന്നുള്ളത് ഇവിടെ പാടില്ലാതെയായി പോയി. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ബഹുമാനല്ലേ? അതല്ലേ റസൂൽ പറഞ്ഞത്, ലാ യസാലു നാസു ഫീ ഖൈർ മാ തഫാദലൂന. പരസ്പരം ബഹുമാന ആദരവുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. അതില്ലെങ്കിൽ ആർക്കും ആരും എന്തും പറയാം, ആർക്കും ആരും ബഹുമാനമില്ല, എന്തും ചെയ്യാം. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഈ ലോകത്ത് നന്മ നഷ്ടപ്പെട്ടു പോകും. ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. മുമ്പ് ജമ്മുൽ ജവാമിഅ എന്ന് പറഞ്ഞൊരു കിതാബില് അതിൽ മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വഖാല ഷാഫിഈ എന്ന് പറഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞു, ഷാഫി ഇമാമിന്റെ മദ്ഹബിലുള്ള ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്ത രണ്ട് മഹാന്മാരാവുന്ന ഇമാമികളെ പറ്റി പറഞ്ഞപ്പോൾ വലിയ ഇമാമാനി എന്നും പറഞ്ഞു. അപ്പൊ ഷാഫി ഇമാമിന് എന്ത് വലിയ ഇമാമു ഷാഫിഈ എന്ന് പറയാഞ്ഞത്, അല്ലെങ്കിൽ ഇമാമുന ഷാഫിഈ എന്നൊക്കെ പറയാഞ്ഞത്, മദ്ഹബിലുള്ള രണ്ട് ഇമാമിയങ്ങളെ പറ്റി വലിയ ഇമാമാനി എന്നും പറഞ്ഞു. അത് പഴയ കാലത്ത് തന്നെ ആ ചോദ്യം പലരും അവർ ഉസ്താദന്മാരോട് ചോദിച്ചിട്ടുണ്ടാവാം. അതാണ് അതിന് വ്യാഖ്യാനം എഴുതിയ ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഇമാം ഷാഫിഈ തങ്ങളെ സംബന്ധിച്ച് ഇമാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ടവർ ഇമാമ് തന്നെയാണ്. മറ്റുള്ളവർ ഇമാമിന്റെ മദ്ഹബിൽപ്പെട്ട രണ്ട് ഇമാമികളായതുകൊണ്ടാണ് അവരെ ഇമാം എന്ന് പറഞ്ഞത്. അപ്പൊ ഇമാം ഷാഫിഈനെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇമാം എന്ന് പറയാത്തത്. ഈ ചോദ്യം മഹാനാവുന്ന ഖുതുബി തങ്ങളുടെ ദർസിൽ മൂപ്പരിഷ്യന്മാർ മുമ്പ് ചോദിച്ചു എന്നാണ്. അപ്പൊ അതിന് മൂപ്പരും പറഞ്ഞ മറുപടി ഏകദേശം അതിനോട് തുല്യമായ ഒരു മറുപടിയാണ്. ആനക്കുട്ടിക്ക് എന്തിനാ കൊടമണി എന്നാണ് ചോദിച്ചത്. ആനക്കുട്ടിയാണെന്ന് മനസ്സിലാവാൻ അതിന് കൊടമണി കെട്ടേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടാൽ തന്നെ അറിയാമല്ലോ. എന്നതുപോലെ ഇമാം ഷാഫിഈനെ സംബന്ധിച്ച് ഇമാം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നതുപോലെ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ടതായ ഒരാവശ്യം. ആ നിലക്ക് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, കേരള ഇതര മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കറിയാം. ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുകയും പാസാനികമായി കൊണ്ടിട്ട് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന എല്ലാവർക്കും അറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണ്, അതിൻ്റെ പ്രവർത്തന മേഖല എന്താണ്, അത് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്നൊന്നും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആ നിലക്ക് അത് എല്ലാവർക്കും സുപ്രസിദ്ധമായ അറിയണതായ ഒരു കാര്യമാണ്. ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരിവിടെ നിർവഹിച്ചതായ ഒരു ദൗത്യമുണ്ട്. അതായത് വളരെ വിശുദ്ധമാവുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒന്ന് നീതി തന്നെ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നീതിയാണ്. ആ നീതിക്ക് വേണ്ടി, ആ നീതിയെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി
നീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മഹാന്മാരാവുന്ന സർവ്വ അമ്പിയാക്കന്മാരോട് പ്രവർത്തിച്ചത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധമാവുന്ന ദീൻ, ഇസ്ലാം ദീൻ, ആ ദീനിൻ്റെ പ്രചാരകരായിരുന്നു അവരൊക്കെ. ആ ദീനിൻ്റെ പ്രബോധനം നടത്തിയവരാണ് അവരൊക്കെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂല വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം നടത്തിയത് വിശുദ്ധമാവുന്ന ഇസ്ലാമിനെ. ആ ദീനിൻ്റെ അടിസ്ഥാനം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നീതി എന്നുള്ളത്. മറ്റൊന്ന് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ട്. അതിൻ്റെ രണ്ട് രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനാവുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് റസൂലുള്ളാഹിനോട് ഈമാനിനെ പറ്റി ചോദിച്ചു, ഇസ്ലാമിനെ പറ്റി ചോദിച്ചു. അതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് മൂന്നാമത്തെ ചോദ്യം ഇഹ്സാനിനെ സംബന്ധിച്ചാണ്. ആ ഇഹ്സാനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ തകും തറാഹു ഫഇന്നഹു യറാക. രണ്ട് സംഗതികളാണ് ഇതിൽ കൂടി, മൂന്ന് സംഗതികളാണ് ഇതിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്നത്. ഒന്ന്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ആരാധിക്കപ്പെടുന്ന മഅബൂദ്, ആ മഅബൂദിനെ കണ്ടുകൊണ്ട് ആരാധിക്കലല്ല. അതാണ് തഅബുദല്ലാഹ കഅന്നക തറാഹു എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കാണാൻ പറ്റുമെന്നുള്ള ചർച്ച അതൊരു വേറെ ചർച്ചയാണ്. അതേതായാലും മരണാനന്തരം അള്ളാഹുവിൻ്റെ ലിഖാ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അതിന് തൗഫീഖുള്ളവർക്കൊക്കെ കാണാം. അതിൻ്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടോ ഇല്ല, അതൊരു ചർച്ചയാണ്. ഞാനിപ്പോൾ ആ ചർച്ചൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കില്ല. അപ്പം മഅബൂദാവുന്ന അള്ളാഹുവിനെ കാണാൻ പറ്റില്ല, കാണല്ല വേണ്ടത്. കഅന്നക തറാഹു എന്നാണ്, അതിനെ കാണുന്നത് പോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലനെ നീ കാണാൻ അള്ളാഹുവിനെ കാണുന്നത് പോലെയാവണം. മറ്റൊന്ന് അതിൻ്റെ ശേഷം പറയണതാണ്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണും എന്ന് പറഞ്ഞാൽ ഇഹ്സാനിക്ക് രണ്ട് മർത്തബകളുണ്ട് എന്നാണ്, രണ്ട് സ്വഭാവങ്ങളുണ്ട്. അതിൻ്റെ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മഅബൂദാവുന്ന അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ. അത് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും കാണുന്നത് പോലെ. അപ്പൊ കാണുന്നത് പോലെയാവണം അള്ളാഹു സുബ്ഹാനഹു വ തആലനെ അള്ളാഹുവിനിക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. അതാണ് ഇഹ്സാനിന്റെ മർത്തബ. അതിൻ്റെ രണ്ട് രൂപങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അൻ യുസവ്വിറൽ ആബിദു നഫ്സഹു ഈന ഹദ്ദാഉൽ ഇബാദത ബിസൂറത്തി മൻ യറൽ മഅബൂദ്. ഒരു മനുഷ്യന് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത്, അത് എന്തൊരു ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിലും ആ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ശരീരത്തിന് അവൻ രൂപപ്പെടുത്തുക. എങ്ങനെ രൂപപ്പെടുത്തുന്ന? ബിസൂറത്തി മൻ യറൽ മഅബൂദ്. ആ ആരാധിക്കപ്പെടുന്ന വസ്തുവിനെ കാണുന്നതായ രൂപത്തിൽ, കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാവുന്ന ആ മഅബൂദാവുന്ന അള്ളാഹുവിനെ നീ രൂപപ്പെടുത്തണം. ആ നിലക്കാണ് അള്ളാഹുവിനിക്ക് നീ ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പൊ കാണുന്നില്ലെങ്കിലും കാണുന്നത് പോലെ നീ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനിക്ക് നീ ഇബാദത്ത് ചെയ്യാം. അതതിൻ്റെ ഇഹ്സാന്റെ ആ പദവികളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാവർക്കും സാധിക്കൂല. നേരെ മറിച്ച് രണ്ടാമത്തെ ഒന്നുണ്ട്, വഅൻ യുലാഹിള അന്നല്ലാഹ മുത്തലിഉൻ അലൈഹി യഅലമു സിർറഹു വനജ്വാഹു
വഇത്ഖാനഹു ലിൽഇബാദത്തി വതഖ്സീറഹു ഫിഹാ. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേലിൽ പ്രത്യേകമായി കൊണ്ട് നീ ഇബാദത്ത് ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തും നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ രഹസ്യവും പരസ്യവും നീ എത്ര രഹസ്യമാക്കി വെക്കണം, എന്ത് സംഗതികളുണ്ടെങ്കിലും അതിന് അല്ലാഹുവിനിക്കറിയാം. വഇത്ഖാനഹു ലിൽഇബാദത്തി വതഖ്സീറഹു ഫിഹാ. ഇബാദത്തിൽ എത്രമാത്രം നിന്റെ നിയ്യത്ത് ശക്തമാണോ, ഇബാദത്തിൽ എത്രമാത്രം നിനക്ക് ഇഖ്ലാസ് ഉണ്ട്, നിന്റെ പോരായ്മകൾ എങ്ങനെയുണ്ട്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം എന്നും നീ മനസ്സിലാക്കണം. അതൊരു പ്രയാസപ്പെട്ട സംഗതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് അറിയാന്നുള്ളത് മനസ്സിലാക്കൽ. അപ്പോൾ അത് രണ്ട് നിലക്കാണ് ഇഹ്സാൻ ഉണ്ടാവുന്നത്. ആ രണ്ട് സംഗതിയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാക്കുകൊണ്ടിട്ട് ഇശാറത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഹഖീഖിയാവുന്ന മഅബൂദ്, അത് അള്ളയാണെന്നും ആ ഹഖീഖിയായ മഅബൂദിനെ നിനക്ക് കാണാൻ സാധ്യമല്ല നീ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആ മഅബൂദിനെ നീ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതുമാണ് മറ്റൊന്ന്. ഈ ഒരു തത്വമായിരുന്നു മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തതായ അതിനടിസ്ഥാനപരമായി അവർ ഉപയോഗപ്പെടുത്തിയ അതിൻ്റെ മാനദണ്ഡം. മറ്റൊന്ന് ഇതിൽ ഖുർബാൻ, എല്ലാ ബന്ധപ്പെട്ടവർക്കും അവർക്കുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഏതൊരു മേഖലയിലാണ് അവർക്ക് ആവശ്യങ്ങളുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതായ സംഗതികൾ എന്താക്കണം, നീ കൊടുക്കണം. ചില ആൾക്ക് വിദ്യാഭ്യാസപരമായിട്ടായിരിക്കും അവർക്ക് പ്രയാസം ഉണ്ടാവണം. വിദ്യാഭ്യാസത്തിന് ആവശ്യമാവുന്ന സാമ്പത്തികം ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. ചില ആളുകൾക്ക് ആരോഗ്യപരമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും നീ പണം ചെലവാക്കേണ്ടത്. അങ്ങനെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും നിന്നോട് ബന്ധപ്പെട്ട ആളുകൾ, അത് നിന്റെ സ്വന്തക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ, ആ ബന്ധപ്പെട്ടതായ ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് അവർക്ക് ഭൗതികമാവുന്ന ഏതെല്ലാം സൗകര്യങ്ങളും സഹായങ്ങളും വേണോ അത് ചെയ്തു കൊടുക്കണം. ഇതും ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിൻ്റെ മേലിലാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഴുവനും ഇവിടെ പ്രബോധനം ചെയ്തത്. മറ്റൊന്ന് വയൻഹാ അനിൽ ഫഹ്ശാ എന്ന, ഇവിടെ ഏത് നിലക്കുള്ളതായ വൃത്തികേടുകൾ, ആ വൃത്തികേടുകളൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആ വൃത്തികേടുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അതിനെ നിരോധിക്കുന്നുണ്ട്. മറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച ഏതെല്ലാം സംഗതികളുണ്ടോ അതിനൊക്കെ ഒഴിഞ്ഞിക്കണം. ഇതും ആ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്തതാണ്. അപ്പോൾ അപ്പോൾ ഇതുകൊണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ ഈ അടിസ്ഥാനപരമാവുന്ന തത്വങ്ങൾ, ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രബോധനത്തിനെ അവർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഴുവനും ഇവിടെ പ്രബോധനം ചെയ്തത് വിശുദ്ധമാവുന്ന ഈ ഇസ്ലാം ദീനെയാണ്. അതാണ് റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കാനുള്ള കാരണം. പക്ഷേ അമ്പിയാക്കന്മാരുടെ ശരീഅത്തുകൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരിൽ നിന്നുള്ള പലരും ശരീഅത്തുകൾ ചിലർ ശരീഅത്തായിരിക്കും മറ്റു ചിലർക്ക് നൽകപ്പെട്ടിട്ടുണ്ടാവാം. മറ്റു ചിലരത് ചില കാലങ്ങൾക്ക് ശേഷം അതിന് ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ ആ നബിന്റെ ശേഷം അതിന് ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏത് ശരീഅത്താണെങ്കിലും ആ ശരീഅത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തോടു കൂടി അതിനൊക്കെ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവർ വിശ്വാസപരമായ കാര്യങ്ങളിൽ, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അവർ ഒരേ വിശ്വാസക്കാരായിരുന്നു. അത് വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ ഈ തത്വങ്ങളെയാണ് അവരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്രബോധനം ചെയ്യപ്പെട്ടതായ ഈ വിശുദ്ധമാവുന്നതായ ആശയാദർശങ്ങളും ഈ ശരീഅത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച ശരീഅത്ത് അത് തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദിലാണ്. അത് പൂർണ്ണമായ ഒരു ശരീഅത്താണ്, എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായ ഒരു ശരീഅത്ത്. അത് വളരെ സത്യസന്ധമായ ഒരു ശരീഅത്ത്, നീതിപൂർവമുള്ളതായ ഒരു ശരീഅത്ത്. ആ നിലക്കുള്ള ശരീഅത്തിനെ റസൂലുള്ളാഹിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നു.
ആ ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാന്മാരാകുന്ന നബിയുടെ ലക്ഷക്കണക്കിന് ശിഷ്യന്മാർ അവർ നബിയിൽ നിന്ന് അത് ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാർ ഏറ്റെടുത്തു. ഇവർക്കൊക്കെയുള്ള ചരിത്രങ്ങൾ, അവരെ പ്രസവിക്കപ്പെട്ടോളം മുതൽ അവരെ മരണം വരെയുള്ള ചരിത്രങ്ങൾ ഒരാളല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ അവർ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതായ ഈ ആശയങ്ങളും ഈ ആദർശങ്ങളൊക്കെ. ഈ ആശയങ്ങളും ആദർശങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അതിനെ മനസ്സിലാക്കാനുള്ള ചില മാർഗങ്ങൾ നബി പറഞ്ഞു. നബിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞ് നബി നിർത്തിയില്ല. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. ഇതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ അവർക്കുള്ളതായ മദ്ഹബിനെ അവർ അടിസ്ഥാനമാക്കിയത് ഖുലഫാഉൽ അർബഅത്തിന്റെ കാലത്തുണ്ടായിരുന്നതായ അവരുടെ നിയമങ്ങളും അവർക്കുള്ളതായ ഫത്വകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മഹാനാവുന്ന അബൂ ഹനീഫ ഇമാം തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം ഷാഫിഈ തങ്ങളാണെങ്കിലും ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ തങ്ങളാണെങ്കിലും അവരൊക്കെ അവരെ മദ്ഹബിനിക്ക് ആധികാരികമായി അവർ ഉപയോഗപ്പെടുത്തിയ രേഖകൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അതിൻ്റെ എല്ലാം പുറമെ മഹാന്മാരാവുന്നതായ ഖുലഫാഉൽ അർബഅത്തിന്റെ കാലഘട്ടത്തിലുണ്ടാകുന്ന വിധിവിലക്കുകളും അവർക്കുള്ളതായ മറ്റുള്ള ഫതാവകളൊക്കെയാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് അവർ മതിയാക്കിയില്ല. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. 3 നൂറ്റാണ്ടിനെയോ 4 നൂറ്റാണ്ടിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമ നൂറ്റാണ്ടായി കൊണ്ട് പ്രഖ്യാപിച്ചു. ആ 4 നൂറ്റാണ്ട് അല്ലെങ്കിൽ 3 നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാവുന്ന അയിമ്മത്ത് അവർക്കുള്ളതായ അഫ്ആലുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവർക്കുള്ള വിശ്വാസങ്ങൾ, അവർക്കുള്ള ആചാരങ്ങൾ അതും കൂടി മനസ്സിലാക്കിക്കൊണ്ടിട്ടാവണം നിങ്ങൾ വിശുദ്ധമാവുന്ന ദീനിനെ മനസ്സിലാക്കേണ്ടതെന്നാണ്. ഈ നിലക്ക് സംരക്ഷിക്കപ്പെട്ട ഈ വിശുദ്ധമാവുന്നതായ ആശയാദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മഹാന്മാരാവുന്ന അയിമ്മത്ത് ഇവിടെ മശായിഖന്മാർ ഇവിടെ രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാ. ഈ സംഘടന എല്ലാ മേഖലയിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ മഹാനാവുന്ന അക്കോട് മുസ്തഫ അതിനെപ്പറ്റി പ്രസംഗിക്കാനും പോവാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാ മേഖലയിലും ഈ സംഘടന കൈവച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസപരമായിട്ട് തന്നെ നമ്മൾ പറയും, ഒരു മനുഷ്യന്റെ ഉൽപ്പത്തിയോട് ചേർന്ന് കേൾക്കണം ഒന്നാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അതുള്ള വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാന്നല്ലേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ ടെക്നോളജിയും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു ടെക്നോളജി ഇല്ല. ഇന്ന് പുതുതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഏതെല്ലാം ടെക്നോളജികളുണ്ടോ, ഏതെല്ലാം പുതിയ കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽപ്പെട്ട അംബിയാ ഔലിയാ അതിനെ ഉപയോഗപ്പെടുത്തിയത്. എങ്ങനെ അവർ ഇലാഹിയാവുന്നതായ ടെക്നോളജി കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. ആദം നബിന്റെ മക്കളിൽപ്പെട്ടതായ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാന്മാരാവുന്ന ശാസ്ത്രജ്ഞന്മാർ അവർ പുതിയ ഭൗതികമാവുന്ന ടെക്നോളജി ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്ക്. ബൽഖീസ് രാജ്ഞിയുടെ ആ കട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി മൂപ്പർ കൽപ്പിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ പലരും പല സ്വഭാവത്തിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതം കൊടുത്തത് ആർക്കാം? ഏറ്റവും ചുരുങ്ങിയ നിമിഷം കൊണ്ട് കൊണ്ടുവരുന്ന ആൾക്കാം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഇവിടെ എത്തിക്കുന്ന ആളാരാണോ അത്ര സെക്കൻഡ് കൊണ്ട് എത്തിക്കുന്ന ആൾക്കാണ് മഹാനാവുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതം കൊടുത്തത്. അത് ഇന്നത്തെ പോലുള്ള പുതിയ ടെക്നോളജികളൊന്നും വികസിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ഒരു ടെക്നോളജി ഉണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് അത് ഇലാഹിയായ ഒരു ടെക്നോളജിയാണ്. അപ്പൊ ആ ഇലാഹിയാവുന്ന ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈശന്മാരിൽപ്പെട്ടതായ ആളുകൾ എത്രയോ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മൈലുകൾ അപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിലേക്ക് ആ കട്ടിലിനെ ആ സിംഹാസനത്തിനെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായ ഏതെല്ലാം പുതിയ ടെക്നോളജികളുണ്ടോ ഇതൊക്കെ മഹാന്മാർ ഉപയോഗിച്ചു. ഇത് നമ്മൾ പ്ലെയിനിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റ് ഹെലികോപ്റ്ററിൽ കൂടിയോ ഒക്കെ
ആകാശത്ത് കൂടി പറക്കണം. ഇതൊന്നും ഇല്ലാതെ മഹാന്മാർ ആകാശത്ത് കൂടി പറഞ്ഞില്ലേ? അതെങ്ങനെ പറഞ്ഞു? അവരതിൻ്റെ ഒരു ടെക്നോളജി അവരെ കൈവശമുണ്ട്. അതെന്താ? ഈമാനെ വികസിപ്പിച്ചെടുത്തതായ ടെക്നോളജിയാണ്. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവർ ഖുതുബ ഓതുന്ന സമയത്ത് മൂപ്പരെ സൈന്യാധിപനോട് വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ. ആയിരക്കണക്കിന് മൈലുകൾ അപ്പുറത്തായിരുന്നു സാരിയ ഉണ്ടായിരുന്നത്. പക്ഷേ ഉമർ ബിൻ ഖത്താബിന്റെ ശബ്ദം ഇന്നത്തെ പോലെ വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണോ ഒന്നുണ്ടോ? അങ്ങനെ ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെ വികസിച്ചിട്ടുണ്ടോന്ന്, IT യുഗം ഉണ്ടോന്ന്? പക്ഷേ ഒരു IT യുഗം അവിടെ ഉണ്ട്. എന്താ അത്? മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇലാഹിയായ നിലയ്ക്ക് വികസിപ്പിച്ചെടുത്തതായ ഒരു IT, ഒരു ടെലികമ്മ്യൂണിക്കേഷൻ അത് മൂപ്പർ ഉപയോഗിച്ചു. അത് എന്താണത്? ഈമാനെ വളർത്തിയെടുക്കുമ്പോൾ ഉണ്ടായി തീരുന്നതായ ഒരു പ്രത്യേകമാവുന്ന ഒരു ടെക്നോളജിയാണത്. അത് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് സൈന്യാധിപൻ കേട്ടു. മൂപ്പർ നിർദ്ദേശം അനുസരിച്ച് യുദ്ധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു, യുദ്ധത്തിൽ വിജയിച്ചു. അപ്പോ അത് അവര് കേൾക്കണ്, മൂപ്പര് പറയണത് അവിടെ എത്തിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിയപ്പോൾ അതല്ലേ ചെയ്തത്? അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിമെ നീ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, ഞാൻ വിളിച്ചാൽ എല്ലാവരും കേൾക്കും. വിളിച്ചാനല്ലേ പറഞ്ഞത്? വിളിച്ചിനെ പണിയെടുത്താൽ മതി, കേൾപ്പിക്കാനുള്ളതായ അതിന്റെ സംവിധാനം വേറെ ഉണ്ട്. നമ്മളൊക്കെ കേട്ടില്ലേ? ഹജ്ജിന് ആർക്കൊക്കെ തൗഫീഖുണ്ട് അവരൊക്കെ കേട്ടിട്ടുണ്ട്. ആ കേട്ടത് നമുക്ക് ഓർമ്മയില്ല. അതിന്റെ കാരണം വേറെയാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആത്മാവ് വന്ന് വരികയും ആ ആത്മാവിനെ ശുദ്ധീകരിച്ചു കൊണ്ടിട്ട് ആ ആത്മാവിനെ മുന്നോട്ട് ഗമിപ്പിക്കാനുള്ളതായ ഒരു കഴിവ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ആ സംഭവത്തിനെ പറ്റി നമുക്ക് ഓർമ്മയില്ലാന്നുള്ളൂ. അങ്ങനത്തെവർക്ക് അത് ഓർമ്മ ഉണ്ടാവും ആ സംഭവം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉഹദ് മലയിൽ ഒരു അവസരത്തിൽ കയറി വന്നപ്പോൾ ഉഹദ് മല ഇളകാൻ തുടങ്ങി. റസൂൽ ഉഹദ് മലയോട് പറഞ്ഞു, ഉസ്ബുത്ത് ഉഹദേ നീ അടങ്ങ് എന്ന് പറഞ്ഞു. അവിടെ അടങ്ങിയില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയണത്? മഅക നബിയുല്ലാഹ്, ഒന്ന് നബിയാണ് ഈ വന്നിട്ടുള്ളത്. നീ അടങ്ങണമെന്ന് പറഞ്ഞാൽ അടങ്ങും, അടങ്ങുകയും ചെയ്തു. പക്ഷെ പിന്നീട് പറയാണ് മഅക നബിയുല്ലാഹ്, ഒന്ന് നബിയാണ്. മറ്റൊന്ന് അബൂബക്കർ അല്ലെങ്കിൽ സിദ്ദീഖ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വാക്കോടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആവുന്ന അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും പ്രമുഖനാവുന്ന വ്യക്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഓ ഷഹീദാനി, പിന്നീട് ഷഹീദായി കൊല ചെയ്യപ്പെടുന്ന രണ്ടാളുകൾ. ഇത് എങ്ങനെ എനിക്ക് മനസ്സിലായി? അബൂബക്കർ ഉമർ ബിൻ ഖത്താബിനെ കൊല ചെയ്യപ്പെടും, ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൊല ചെയ്യപ്പെടും. അന്ന് കൊല ചെയ്യപ്പെട്ടിക്കണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നോക്കി പറഞ്ഞില്ലേ, ഓ ഷഹീദാനി, പിന്നീട് ഷഹീദായി കൊല ചെയ്യപ്പെടുന്ന രണ്ടാളുകളുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ വരാൻ പോണ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങള് മഹാനാവുന്ന അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ കൂടി നടന്നു പോകുമ്പോൾ കൂഫയിന്റെ ചില ഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ ഹുനാക മഖ്തലു ശുബാനി മിൻ ആലി മുഹമ്മദ്, അവിടെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതായ പല ആളുകളെയും പല ചെറുപ്പക്കാരെയും കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു. വഹുനാക വറാഇഹും, അവർക്കുള്ളതായ അവരെ മറവ് ചെയ്യപ്പെടുന്നത് ഇന്ന ഈ സ്ഥലത്തായിരിക്കും. ഇതെങ്ങനെ അലി റളിയല്ലാഹു അൻഹു എനിക്ക് മനസ്സിലായി? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് തന്നെ എല്ലാം മനസ്സിലാവേണ്ടത്. അതല്ല, അത് നമ്മൾക്കിപ്പോ ഇത് കള്ളാസാണെന്ന് എനിക്ക് മനസ്സിലാവേണ്ടത് അള്ളാഹ് അറിയിച്ചു തന്നിട്ട് തന്നെയാണ്. അതാ എല്ലാം അങ്ങനെ തന്നെ മനസ്സിലാവേണ്ടത്. അങ്ങനല്ല, പക്ഷേ അതിനെ മനസ്സിലാക്കാനുള്ളതായ പ്രത്യേകമാവുന്ന ഇലാഹിയാവുന്ന ഒരു ടെക്നോളജി മഹാന്മാർ അവർ വികസിപ്പിച്ചെടുത്തു. ഇതാണ് ആദം നബി അലി. അപ്പൊ ശരീഅത്തെ എതിർക്കാത്ത ഏതെല്ലാം ടെക്നോളജികളുണ്ടോ അതൊക്കെ സഭസ് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും ശരീഅത്തിനോട് എതിരല്ലാത്ത ഏതെല്ലാം വിദ്യാഭ്യാസ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ നമ്മൾ കൈവെക്കാനുള്ള കാരണം. അവിടെയൊക്കെ വളരെയധികം പ്രശംസിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് ചാരിറ്റി മേഖലയിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും സാംസ്കാരികമായ കാര്യങ്ങളിലും അതിൻ്റെ എല്ലാം പുറമെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകമാവുന്ന ആ രാജ്യത്തിന്റെ പാരമ്പര്യവും അവിടുത്തെ മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കപ്പെടാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇത് അന്ന് മഹാന്മാരാവുന്നതായ നമ്മുടെ ഉസ്താദന്മാർ അവര് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവർ രൂപീകരിച്ചപ്പോൾ
അന്നുണ്ടാക്കിയ ഭരണഘടനയിൽ അവർ രേഖപ്പെടുത്തിയതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ 2 വിദ്യാഭ്യാസവും അത് ഒരുമിച്ചു തനിച്ചൊക്കെ കൊണ്ടുപോവാം, അത് എങ്ങനെ കൊണ്ടുപോയാലും വേണ്ടില്ല. പക്ഷെ അടിസ്ഥാനം ഒത്തഖുല്ലാഹു വയുഅല്ലിമുക്കുമുല്ലാഹ്. ഇവിടെയാണ് ഇപ്പൊ തകരാറ്. ഒത്തഖുല്ലാഹു വയുഅല്ലിമുക്കുമുല്ലാഹ്. തഖ്വനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവണം ഏത് വിദ്യാഭ്യാസവും നമ്മൾ നൽകേണ്ടത്. അപ്പൊ തഖ്വനെ അടിസ്ഥാനപ്പെടുത്താതെ, കാരണം വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ട അടിസ്ഥാനപരമാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ശുഐബിലേക്ക് പ്രസംഗിച്ചല്ലോ അദബ്, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് അദബാണ്. അതുകൊണ്ടുള്ള ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മലായികത്തിനോട്. മലായികത്ത് സുജൂദ് ചെയ്തു, എല്ലാവരും. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. എന്താ കാരണം? ഇബ്ലീസ് അദബുകേട് ചെയ്തോടെ ന്യായാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. പക്ഷെ പറഞ്ഞത് ന്യായമല്ല, അത് വേറെ വിഷയം. അള്ളാഹുവെ, നീ എന്നെ സൃഷ്ടിച്ചത് തീയിനാണല്ലേ, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിനാണല്ലേ. അപ്പൊ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിക്ക് എങ്ങനെ ഞാൻ സുജൂദ് ചെയ്യാത്ത? നമുക്കൊക്കെ തോന്നുന്നത് നല്ല ന്യായമാണ്. ന്യായമല്ലാതെ യഥാർത്ഥത്തിൽ. കാരണം മണ്ണും തീയും തമ്മിൽ വ്യത്യാസമുണ്ട്. മണ്ണിന്റെ സ്വഭാവം എന്താ? മണ്ണ് ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. മുൻപിത്താണ് മണ്ണ്. സാധനങ്ങളെ ഇവിടെ ഉണ്ടാക്കുകയാണ്. മണ്ണിൽ കുഴിച്ചിട്ട് നോക്ക്, എന്ത് സാധനങ്ങൾ കുഴിച്ചിട്ടാലും മണ്ണിലുണ്ടാവും. നേരെ മറിച്ച് തീയുന്ന സാധനങ്ങളെ കരിച്ച് കഴിയാണ്. അപ്പം മണ്ണും തീയും കൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണ് തന്നെയാണ്, ആരല്ല തീയല്ല. പക്ഷെ ഇബ്ലീസ് മനസ്സിലാക്കി തീയാണ് വലുത്. ന്യായം പറഞ്ഞു. അപ്പം ന്യായം പറഞ്ഞു കൊണ്ടിട്ട് കൽപ്പനകൾക്ക് വഴിപ്പെടാതിരിക്കല്ല വേണ്ടത്. കൽപ്പിക്കപ്പെട്ടാൽ ആ കൽപ്പനകൾക്ക് എന്താവണം? വഴിപ്പെടണം. ന്യായം നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാവാതിരിക്കും ചെയ്യാം. ന്യായം അതിന് പിന്നിലുണ്ടാവാം, ഇല്ലാതിരിക്കും ചെയ്യാം. നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ എന്തായിക്കോളുന്നില്ല, ന്യായം ആയിക്കോളുന്നില്ല. ഇതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും വിശുദ്ധമാകുന്ന ശരീഅത്തെ എതിർക്കാതെ ഏത് വിദ്യാഭ്യാസവും അതിന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പിന്തുണ നൽകും. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കീഴിലായും കൊണ്ട് വിദ്യാഭ്യാസ ബോർഡുണ്ട്. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായും കൊണ്ട് പല വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്. പെൺകുട്ടികൾക്കായും കൊണ്ട് ഫാദില എന്ന് പറഞ്ഞ പ്രത്യേക ഒരു വിദ്യാഭ്യാസ സംവിധാനം, SNIC എന്ന് പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ സംവിധാനത്തിലും പെൺകുട്ടികൾക്കായിക്കൊണ്ടുള്ള പ്രത്യേക വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ആസ്മി തുടങ്ങി അൽബിർ പോലത്തെ ഒരുപാട് സംവിധാനങ്ങൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരുപാട് അറബി കോളേജുകളും ഒരുപാട് പള്ളി ദർസുകളും ഒരുപാട് മറ്റുള്ള സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രത്യേകമാവുന്നതായ ആ ആശയാദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഇതിനൊക്കെ ഇവിടെ കാരണക്കാരായിട്ടുള്ളത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം കേരളത്തിൽ അത് തുടങ്ങിയെങ്കിലും അത് ലോകത്തൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയതായ ഒരു സംഘടനയാണ്. അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാ ആളുകളും അതിനെ പ്രശംസിക്കുകയും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണെന്ന് കാണപ്പെടുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ വളരെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും അടിസ്ഥാനപരമായ വിശുദ്ധമായ തത്വങ്ങൾ, അതോടൊപ്പം ഇവിടെ പ്രസംഗത്തിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓരോ മതസ്ഥർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അല്ലാതെ ഒരു മതം മറ്റൊരു മതത്തിന് എതിർക്കാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭരണകാലത്ത് നമുക്ക് അറിഞ്ഞൂടെ? ഭരണം ശക്തിപ്പെട്ട കാലഘട്ടത്തിൽ എന്തും ചെയ്യാൻ കഴിവുള്ള കാലഘട്ടമായിരുന്നു. ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു വികസിച്ചു, വളരെയധികം ശക്തിപ്പെട്ടു എന്ന് ആയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തത്? മക്കത്ത് മുശ്രിക്കീങ്ങളോടുള്ളതായ പല ഉടമ്പടികളുണ്ടായിരുന്നു. ആ ഉടമ്പടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മദീനത്ത് യഹൂദികളോടും ക്രിസ്ത്യാനികളോടൊക്കെയുള്ള പല ഉടമ്പടികളുണ്ടായിരുന്നു. ആ ഉടമ്പടികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതുവരെ പ്രഖ്യാപിച്ചു എന്നറിയോ? മൻ ആദാ മുഹാഹദൻ ഔ ദിമ്മിയൻ ഫഅന ഖസ്മുഹു യൗമൽ ഖിയാമ. എന്റെ ഭരണത്തിന്റെ കീഴിൽ ഭരണമായിട്ട് ഉടമ്പടി ചെയ്യപ്പെട്ടവരോ
അല്ലെങ്കിൽ വ്യക്തികളുമായി കൊണ്ട് ഉടമ്പടി ചെയ്യപ്പെട്ടവരോ ഭരണവുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് വകുപ്പുണ്ട്. ആ ഏത് വകുപ്പിൽ ഉടമ്പടി ചെയ്തവരാണെങ്കിലും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം എൻ്റെ ഭരണഘടനത്തിന്റെ കീഴിലുള്ളതായ ആരിൽ നിന്ന് എന്തുണ്ടായാലും അവന്റെ എതിരിൽ ഞാൻ ഖിയാമത്ത് നാളിൽ ഞാൻ തർക്കിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ശത്രുവായിരിക്കും ഞാൻ ഖിയാമത്ത് നാളിൽ. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായ നിലയ്ക്ക് ശക്തമായ ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണീയരെ സംബന്ധിച്ച് ഭരണീയർക്ക് ചെയ്തു കൊടുക്കേണ്ടതായ കാര്യങ്ങൾ. അത് ഏത് മതസ്ഥരാണെങ്കിലും ആ മതസ്ഥരും ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയിൽ അവരെ സംരക്ഷിക്കപ്പെട്ടതായ വകുപ്പുകളുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുന്നതാണ്, ശക്തമായി സംരക്ഷിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മൂപ്പര ഭരണകാലത്ത് മൂപ്പർ രാത്രി സഞ്ചരിക്കാറുണ്ടായിരുന്നു ഭരണീയർക്കുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ജൂതനെ കണ്ടു. ആ ജൂതനിക്ക് വയസ്സായി അയാളെ വളഞ്ഞ് അയാളെ മുതുകിലുള്ള എല്ലൊക്കെ ഇങ്ങനെ കൂർത്ത് പുറത്ത് കത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അയാളെ പറ്റി വേദിക്കുന്ന ചരിത്രകാരന്മാർ. ഉമർ ബിൻ ഖത്താബ് അവരോട് ചോദിച്ചു, നീ എന്താ അങ്ങനെയൊക്കെ കഴിക്കണത്, നീ ഭക്ഷണം കഴിക്കലില്ലേ, എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ എൻ്റെ അടുത്തൊന്നുമില്ല, എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഉമർ ബിൻ ഖത്താബ് ഉടനെ തന്നെ പാസ്സാക്കി, മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ് ബൈത്തുൽ മാൽ. ആ ബൈത്തുൽ മാലിൽ നിന്ന് ഈ ജൂതനിക്ക് അയാൾ മരിക്കുന്ന വരെയുള്ള ശമ്പളമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാസ്സാക്കിയത്. അങ്ങനത്തെ ജൂതന്മാരാണ് ഇപ്പോൾ ഗസയിലും ഫലസ്തീനിലും ഒക്കെ മുസ്ലിങ്ങൾക്കെതിരിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം, അതിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുകയല്ല. അപ്പൊ ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത പലരും പല നിലക്കുള്ള തെറ്റിദ്ധാരണകളും പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനിക്ക് മാനുഷികമായി ഉണ്ടാവേണ്ടതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാടാൻ നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോവാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലാ യസാലു നാസു ഫീ ഖൈർ മാ തഫാദലൂന. പരസ്പരം അങ്ങും ഇങ്ങും ബഹുമാനിച്ചുകൊണ്ടിട്ട് പരസ്പരം ഓരോരുത്തർക്കുള്ളതായ നിലവാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ജീവിക്കണ കാലത്തോളം ഇവിടെ എല്ലാ നിലക്കുള്ള ഗുണവും ഉണ്ടാവും. നേരെ മറിച്ചോ ഫൈദാ തസാവവും എല്ലാവരും സമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യഹ്ലികൂൻ, അത് അവരുടെ നാശത്തിന്റെ തുടക്കമായിരിക്കും. ഇപ്പൊ നമുക്കൊക്കെ തകരാതാണ്. ബാപ്പയും മകനും തമ്മിൽ വ്യത്യാസമില്ല. മകൻ ബാപ്പാനോട് പറയണം, നിങ്ങൾ മുമ്പ് ജനിച്ചോണ്ടല്ലേ, ഞങ്ങളെ മുമ്പ് ജനിച്ചാണ് നിങ്ങളെ ഞാൻ ഉണ്ടാക്കുന്ന പറയുന്നത്. പിന്നെന്താ രണ്ടാളും കണക്കാണ്. മുമ്പ് ജനിച്ചു എന്നുള്ളൊരു കുഴപ്പമുള്ള ബാപ്പാക്ക്. നേരെ മറിച്ച് ഞാൻ ആദ്യം ജയിച്ചിരിക്കണം നോക്കുക, എന്നാൽ ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന. ഉസ്താദിനോടും അങ്ങനെ തന്നെ, നിങ്ങൾ ആദ്യം പഠിച്ചു വലുതായി, നിങ്ങൾ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. നേരെ മറിച്ച് ഞാനാണ് ആദ്യം പഠിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ കിതാബ് പോയി തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധ്യാപനം നടത്തുന്നൊക്കെ പറയണത്. ഇങ്ങനെ ബഹുമാനം എന്നുള്ളത് ഇവിടെ പാടില്ലാതെയായി പോയി. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ബഹുമാനല്ലേ? അതല്ലേ റസൂൽ പറഞ്ഞത്, ലാ യസാലു നാസു ഫീ ഖൈർ മാ തഫാദലൂന. പരസ്പരം ബഹുമാന ആദരവുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. അതില്ലെങ്കിൽ ആർക്കും ആരും എന്തും പറയാം, ആർക്കും ആരും ബഹുമാനമില്ല, എന്തും ചെയ്യാം. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഈ ലോകത്ത് നന്മ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇസ്ലാം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറഞ്ഞു, ഫൈദാ തസാവു യഹ്ലികൂൻ. അവർ സമന്മാരാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ നാശത്തിന്റെ തുടക്കമായി. അപ്പൊ അതുകൊണ്ടിട്ട് ഈ നിലക്കുള്ള അടിസ്ഥാനപരമായ തത്വങ്ങളും ഈ നന്മകളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ നിലക്കുള്ളതായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന എന്ത് കടത്തിക്കൂട്ടലുകൾ ഉണ്ടെങ്കിലും എന്ത് ഈ പ്രസ്ഥാനങ്ങളുണ്ട് അതിനൊക്കെ പൂർണ്ണമായും കൊണ്ട് എതിർക്കുകയും അതിനോടൊപ്പം വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിനെ സംരക്ഷിക്കുകയും മറ്റുള്ളതായ എല്ലാ മേഖലയിലും ഇസ്ലാമിനോട് എതിരില്ലാത്ത നിലക്കുള്ള ഏതെല്ലാം പ്രവർത്തനങ്ങളും ഏതെല്ലാം മറ്റുള്ള പുരോഗമന ചിന്താഗതികളുണ്ടോ അതിനൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പിന്തുണ നൽകാനും അതിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിക്കാനൊക്കെ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ മുസ്ലിമീങ്ങളാവുന്ന നമ്മൾ പ്രത്യേകിച്ച് നമ്മളിടയിലുള്ള ഭിന്നിപ്പുകളും മറ്റുമൊക്കെ മാറ്റിവെച്ചു കൊണ്ടിട്ട് ഒരു മനസ്സോടുകൂടി എല്ലാ മനുഷ്യന്മാരെയും ഒന്നായി കണ്ട്, ഇവിടുത്തെ മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട്, മനുഷ്യന്മാരോട് കടപ്പാടുകളുണ്ട്,
ഇവിടുത്തെ വെള്ളത്തിനോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ ഭൂമിനോട് നമുക്ക് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ പക്ഷികളോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ മൃഗങ്ങളോട് ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അത് ഓരോ മുസ്ലിമും ചെയ്തു കൊടുക്കേണ്ടതാണ്. മറ്റുള്ള മനുഷ്യന്മാരോടുള്ള കടപ്പാട് അങ്ങനെയല്ലേ റസൂൽ പറഞ്ഞത്, നിന്റെ അയൽവാസിനോട് നീ എന്താക്കണം, ചില കടപ്പാടുകളുണ്ട്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന അയിമ്മത്ത് എന്താ പ്രഖ്യാപിച്ചത്? നിന്റെ അയൽവാസി നിന്റെ മതക്കാരനാവട്ടെ അല്ലാത്ത മതക്കാരനാവട്ടെ അവനക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം. അവൻ നിന്റെ ശത്രു ആവട്ടെ വിത്രനാവട്ടെ അവനക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം. അവൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവൻ നിന്റെ നാട്ടുകാരനാവട്ടെ അല്ലെങ്കിൽ വിദേശിയാവട്ടെ, അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ, അവൻ ദരിദ്രനാവട്ടെ പണക്കാരനാവട്ടെ. അവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ ഒരുപാട് കടപ്പാടുകളുണ്ട് മറ്റു മനുഷ്യന്മാരോട്. ഇതിനൊക്കെ പരിപൂർണമായും കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട്, വെള്ളത്തിനോട് കടപ്പാട്. മഴ പെയ്യുന്നുണ്ട്, വെള്ളം അധികം ഉപയോഗിക്കാൻ പറ്റുമോ? റസൂൽ അതല്ലേ പറഞ്ഞത്, ഏതിലും മിതത്വമാണ് വേണ്ടത്. ഇഖ്തിസാദ്, എല്ലാത്തിലും മിതത്വം നമ്മൾ പാലിക്കണം. മലയോ കടലിലാണെന്ന് വിചാരിച്ച് വെള്ളത്തിന് അധികം ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ കടൽ തീരത്താണെങ്കിലും വെള്ളത്തിന് നിയമിതമായി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ കൽപ്പനയല്ലത്. അങ്ങനെ ഓരോ മൃഗങ്ങളോട് കടപ്പാടുകളില്ലേ നമുക്ക്, ഇവിടുത്തെ സസ്യങ്ങളോട് കടപ്പാടുകളില്ലേ, ഇവിടുത്തെ പറവകളോട് കടപ്പാടുകളില്ലേ, ഈ മണ്ണിനോട് നമുക്ക് കടപ്പാടുകളില്ലേ. ഈ കടപ്പാടുകൾ മുഴുവനും പൂർണ്ണമായും കൊണ്ട് പാലിച്ച് ജീവിക്കുന്നവൻ അവനാണ് യഥാർത്ഥ മുസ്ലിം. ആ ഒരു സ്വഭാവങ്ങളായിരുന്നു നമ്മളെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളിൽ നിന്ന് അതൊക്കെ എടുത്തുപോയി. അപ്പൊ നമുക്ക് അംഗീകാരജാതിയായി പോയി, അത്ര ഉള്ളു, അത്ര പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ടിട്ട് ഈ വിശുദ്ധമാവുന്ന തത്വങ്ങളും ഈ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ എല്ലാവരും ശക്തിപ്പെടുത്തണം. പിന്നീട് ഇവിടെ കൂടിയ ആളുകളോട് പറയാനുള്ളത്, ഈ ഖത്തർ, ദൗലത്ത് ഖത്തർ, ഇവര് നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടതായ നമ്മൾ കേരളക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യണ്, ബിസിനസ് ചെയ്യണ്, പല നിലക്കും നമ്മൾ ജീവിക്കണം. നമുക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുമാണ് ഇവർ ചെയ്തു തരുന്നത്. നമ്മളെ നാട്ടിൽ നടത്തുന്നത് പോലെ അത്ര സ്വതന്ത്രമായിട്ട് നമുക്ക് ഇവിടെ നടത്താനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടം. അപ്പൊ അവരോടുള്ളതായ കടപ്പാടുകൾ നമ്മൾക്കുണ്ട്. നമ്മളെപ്പോഴും അവർക്ക് നന്ദി ചെയ്യേണ്ടവരാണ്. അവരുടെ ഈ ഭരണത്തിനോട് എല്ലാ നിൽക്കും കടമപ്പെട്ടവരാണ് നമ്മൾ എന്നൊരു ബോധം നമുക്കുണ്ടാവണം. നമ്മളിൽ നിന്നിട്ട് എന്തെങ്കിലും നിൽക്ക് ഈ രാജ്യത്തിന് എതിരാകുന്ന ഒരു പ്രവർത്തനവും നമ്മളാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമുക്ക് ഈ അവസരത്തിൽ മഹാനാവുന്ന ഈ രാജ്യത്തിന്റെ ഭരണകർത്താവ് തമീം ബിൻ ഹംദ് ബിൻ ഖലീഫ അസ്സാനി അമീറു ദൗലത്ത് ഖത്തർ, അദ്ദേഹത്തിന്റെ ഹദറത്തിലേക്ക് എല്ലാ നിലക്കുള്ളതായ അഭിനന്ദനങ്ങളും അർഫഉ ഇലാ സാഹിബി സുമൂ അശ്ശൈഖ് തമീം ബിൻ ഹംദ് ബിൻ ഖലീഫ അസ്സാനി അമീറു ദൗലത്ത് ഖത്തർ അസ്മത്താനി വത്തബരീകാത്ത് അല്ലത്തി തസ്തുറു മിൻ സമീമി ഖൽബി وكذلك أنا أرفع التهاني والتبريكات إلى حكام هذه الدولة. اللهم أيد هذه الدولة، اللهم احفظ هذه الدولة، اللهم بارك في هذه الدولة، اللهم بارك في حكام هذه الدولة، اللهم بارك في ساكني هذه الدولة എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹാനാവുന്ന നമ്മളെ ഉദവി പ്രസംഗിക്കും. ഒരു ദുആ അതിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, സമാപന ദുആ ആണ്. ആ ദുആ മൂപ്പര് നല്ലവണ്ണം ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.